ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരും. ഈ ജെയ്സൺ നമ്മളിത് പറഞ്ഞതുപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങൾ, അതും ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത ആചാരങ്ങളാണ് കേട്ടോ, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട. അതിനോടൊക്കെ തുടക്കം കുറിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 229 വർഷം പഴക്കമുള്ള ആചാരങ്ങളാണ് അണുവിട തെറ്റാതെ മാറുന്നത്. ഞാൻ പറയായിരുന്നു ദീപക്, ഇപ്പോൾ നീതലക്കാവ് ഭഗവതിക്ക് ഒരു അവകാശമുണ്ട്, കണിമംഗലം ശാസ്താവിൻ്റെ ഒരു അവകാശമുണ്ട്. കണിമംഗലം ശാസ്താവിൻ്റെ ഒരു അവകാശം എന്ന് പറയുന്നത് വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് ആദ്യം എത്തുന്ന പൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റേത്. കണിമംഗലം ശാസ്താവ് എത്തുന്ന സമയത്തൊരു പ്രത്യേകത, ബാക്കി എല്ലാവരും ഈ വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ എത്തുന്ന സമയത്ത് അവിടെ വടക്കുന്നാഥനെ വണങ്ങുന്നുണ്ടെങ്കിൽ കണിമംഗലം ശാസ്താവ് മാത്രം വണങ്ങേണ്ട കാര്യമില്ല. കാര്യം കണിമംഗലം ശാസ്താവ് ദേവഗുരുവാണ് എന്നുള്ളതാണ്. അതേപോലെയാണ് നീതലക്കാവിൽ അമ്മയ്ക്കുമുണ്ട് ഈ ഒരു വർഷം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് നമ്മുടെ നീതലക്കാവ് അമ്മയ്ക്കാണ് അല്ലേ. അപ്പോൾ മാത്രമല്ല, പാറമേക്കാവ്, തിരുവമ്പാടി രണ്ടും സഹോദരിമാരായ ദേവിമാരാണ്. ആ ദേവിമാരുടെ പൂരം സംഗമിക്കുന്നതാവട്ടെ വടക്കുന്നാഥൻ്റെ സന്നിധിയിലും. എത്ര മനോഹരമായ ആശയമല്ലേ ദീപക്? ഇത് ഈ പൂരം എങ്ങനെ തുടങ്ങാൻ വേണ്ടി ആലോചനകൾ നടന്നത് പോലും വലിയ രീതിയിലുള്ളൊരു കഥയാണല്ലോ. അതായത് ഈ ആറാട്ടുപുഴ പൂരത്തിലേക്ക് എല്ലാ പൂരങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യവും അതൊരു കാലത്ത് വലിയ പേമാരിയെ തുടർന്ന് അതിന് സാധിക്കാതെ വരികയും പിന്നീട് അതിൽ നിന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം എന്നുള്ളതാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ പ്രത്യേകതകൾ അതിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കളക്ടർ ഇവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ പൂരം? അതെ, ആദ്യത്തെ പൂരമാണ്. അപ്പോൾ ഇന്നലെ സാമ്പിൾ വെടിക്കിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ചയായി, കളക്ടർ വന്നിട്ട് അവിടെ ആളുകളുടെ ഒപ്പം സെൽഫിയൊക്കെ എടുത്ത് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഒരു ആവേശത്തിലേക്ക് പോയോ പൂർണ്ണമായി? അതെ, നമ്മളെല്ലാവരും കുറേ ദിവസം മുമ്പ് തന്നെ ആവേശത്തിലോട്ട് പോയി. പിന്നെ ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരോട് ജസ്റ്റ് ഇതാണ് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആവേശത്തോട് കൂടി പിന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് നല്ലൊരു വൈബായിരുന്നു ആ സമയത്ത്. ഇതിനു മുൻപ് പൂരവും ഇങ്ങനെ ആനയും ബഹളവും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും? തൃശ്ശൂർ വന്നതിന് ശേഷം 1-2 സ്ഥലത്ത് ആനയും മറ്റേതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം അടുത്ത് നിന്നും എല്ലാം കാണുന്ന ആദ്യമായിട്ടാണ്. ഇന്നലെയാണ് വെടിക്കെട്ട് ആദ്യമായിട്ട് അടുത്ത് നിന്ന് നേരിട്ട് കാണുന്നത്. അതെ, ഇപ്പം കാണാൻ കിടക്കുകയാണ്. കാരണം കുടമാറ്റം ഉണ്ട്, നമുക്ക് വെടിക്കെട്ട് നാളെ പുലർച്ചെ വരാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതെ, ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുപാട് പ്രിപ്പറേഷനും അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള പൂരം നടത്തണം എന്നുള്ളതാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം റെഡിയാണ്. ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാന്നുള്ളതാണ് ഉദ്യോഗസ്ഥരായാലും ജില്ലാ ഭരണകൂടം എല്ലാവരും ജോയിന്റ് ആയിട്ട് അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഏകദേശം ആയിട്ടുണ്ട്. ട്രക്കിങ്ങിനേക്കാൾ കൊടുമുടികൾ താണ്ടാൻ കഴിവുള്ള ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂരമൊക്കെ നിഷ്പ്രയാസം നടത്തി കൊടുക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഡോക്ടർ അരുൺകുമാർ അവിടെ ഫ്ലോറിൽ നിന്ന് പറയുകയാണ്, കൊടുമുടികൾ താണ്ടിയ ഒരാളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പൂരമൊക്കെ വളരെ ഈസിലി അത് നടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, മുമ്പുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ശബരിമലയിലൊക്കെ ADM ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സബ് കളക്ടർ ആയിരുന്നപ്പോൾ കുറച്ച് ഉത്സവങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ചെനക്കത്തൂർ പൂരം ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. എല്ലാവരും, പോലീസായാലും കമ്മീഷണർ ആയാലും മിനിസ്റ്റേഴ്സ് ആയാലും ജോയിൻ്റായിട്ട് നല്ലൊരു ടീമായിട്ട് പ്രവർത്തിക്കും. ദേവസ്വങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊണ്ട് മുൻ വർഷങ്ങളിലെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. അതായത് പൂരം ആസ്വദിക്കാൻ എത്തുന്നവരാണല്ലോ, അവർക്ക് ഇപ്പോൾ ആസ്വദിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, വരുന്നവർക്ക് ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റണം, നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. താങ്ക് യു. ഹാപ്പി പൂരം. അപ്പം അങ്ങനെയാണ് അരുൺകുമാർ, അദ്ദേഹവും ആ നിലയ്ക്ക് അത് ആസ്വദിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരും ഇത് ആസ്വദിക്കുകയും അതിനൊപ്പം ആളുകൾക്കൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്താൽ പൂരം കളറാവും, തർക്കവും കളറാവും, സംശയമൊന്നുമില്ല. കളറാക്കണം നമുക്ക്.